പെരയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ഗെറ്റപ്പൊക്കെ ഉണ്ടേനി കേട്ടോ, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ട് അങ്ങനെ കുറച്ച് ഗെറ്റപ്പിലൊക്കെ ഇനി ഇറങ്ങിയത്. പക്ഷെ ഇവിടെ എത്തിയപ്പോത്തിന് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ വെയിലത്ത് കൂടെയൊക്കെ നടന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയത് കേട്ടോ. അപ്പോൾ ആദ്യം വീഡിയോ എടുത്താൽ മതി, ഞാനാണെങ്കിൽ അതങ്ങോട്ട് പറ്റ മറന്നു. ഒരു 2, 3, 4, 5, 6 ദിവസം ആയി തോന്നണേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. കാരണം ഞാൻ പെരുന്നാൾക്ക് പെരേക്ക് പോയിട്ട് പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, കാരണം അവിടെ റേഞ്ച് ഇല്ല, അതുകൊണ്ട് റിസ്ക്കാണ്. പിന്നെ ഇപ്പോൾ മഴയല്ലേ, അതുകൊണ്ട് തീരെ റേഞ്ച് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ തേക്ക് മ്യൂസിയത്തേക്ക് വന്നതാണ്. ഈ തേക്ക് മ്യൂസിയം എന്ന് പറഞ്ഞാൽ എനിക്കത്ര വലിയ സംഭവം ഒന്നായിട്ട് തോന്നണില്ല. എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും ഇതിപ്പോൾ എന്താ തേക്ക് മ്യൂസിയം അങ്ങനെ പറയും, കാരണം അങ്ങനെയാണ്. പിന്നെ ഞാൻ കരുതി എനിക്കല്ലേ ഇപ്പോൾ ഇതൊരു സംഭവമായിട്ട് തോന്നാത്തത്, ഇത് സംഭവമായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഒരു കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഈ കാണുന്ന സാധനങ്ങളൊക്കെ തേക്കൊണ്ട് ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ ഈ തേക്ക് കുറേ വർഷങ്ങൾ പഴക്കമുള്ള എന്തൊക്കെയോ ആണ്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഇതൊന്നും വായിച്ചു നോക്കലില്ല, അത് വേറെ കാര്യം. പിന്നെ ഇതാണെങ്കിൽ ഞാൻ പണ്ട് വരുമ്പോൾ മുതലേ കാണുന്ന സംഭവങ്ങളാണ്. ഇത് അന്നും ഇന്നും ഇതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് എങ്ങനെയെങ്കിലും ഇങ്ങനെ നിർത്തിച്ചാലാവാ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഞാൻ പണ്ട് മുതലേ വരുമ്പോൾ ഇല്ല അതേ സാധനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് കേട്ടോ. ഇതൊക്കെ തേക്കൊണ്ട് ഉണ്ടാക്കി എന്തെല്ലോ സാധനങ്ങളാണ്. അതിമയൊക്കെ തൊടരുത് എന്നൊക്കെ പറഞ്ഞിരിക്കണം. ഞാൻ വെറുതെ ഒന്ന് തൊട്ടൊക്കെക്കണം. തൊടരുതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് തൊട്ട് നോക്കുമല്ലോ. ഇതുമ്പോൾ എന്തോ ചരിത്രത്തിൻ്റെ സാക്ഷി എന്നൊക്കെ എഴുതിയിരിക്കണം. ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല, നമുക്ക് അങ്ങനത്തെ നല്ല ശീലങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു ദിവസം എന്തായാലും വായിച്ചു നോക്കട്ടെ എന്ന്. ഞാൻ പോകുമ്പോഴൊന്നും ഞാൻ വായിച്ചു നോക്കലില്ല. പിന്നെ ഈ മ്യൂസിയം മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ പിന്നെ ഇങ്ങനെ കുട്ടികൾക്ക് കളിച്ചാൽ പാർക്കുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് കളിച്ചാൽ ഊഞ്ഞാലും പിന്നെ ഈ ആടുന്ന സാധനം ഉണ്ടല്ലോ, ഇതും വലിയവർക്ക് കളിച്ചാലും ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ കണ്ടിട്ടില്ല, ലാസ്റ്റ് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. അതൊക്കെ പുതിയതായിട്ട് വന്നാന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിമയൊക്കെ ആടിയിരിക്കണം. പക്ഷേ അതൊന്നും വീഡിയോ എടുത്ത്. പിന്നെ കുറേ ബൊട്ടാനിക്കൽ ഗാർഡനൊക്കെ ഉണ്ട്. ബൈ ഞാൻ സയൻസാണ്, അപ്പോൾ പിന്നെ എനിക്ക് ബൊട്ടാനിക്കലൊക്കെ അറിയണം. ഇത്രയും നല്ല കേട്ടോ ഇവിടെ അല്ലേ, കുറേ ഉണ്ട്. ഞാൻ ഫുള്ളൊന്നും വീഡിയോ എടുത്തില്ല, ആകെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഞാൻ മറക്കണം ഒന്നാമത്, പുറത്തുനിന്ന് വീഡിയോ എടുത്ത് അത്ര ശീലമില്ലാത്തതുകൊണ്ടാണത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും തന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.